പോയോ കുഞ്ഞാമേ ആ പോവാ പോരുണ്ടോ? ആ പോവാ. ജാനകിക്കടെ വന്നാലോ? ഞാനൊന്ന് ഈ പെരന്ന് കൂടട്ടെ. ഞാൻ നേരം വൈകിയാണ്. ഞാൻ ഇപ്പൊ ഓഫീസർ ഒന്ന് വരും പറഞ്ഞു. ഏഹ് ഓഫീസർ ഒന്ന് വരും പറഞ്ഞു. ആ തന്നെ നമുക്കൊന്ന് പോവാ. കുടിച്ചാൻ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിച്ചാൻ വെള്ളം എടുത്തില്ലല്ലോ. എന്നാ ഓര് കൊണ്ടുവന്നോളും. ഇന്ന് പോലെ ഭാഗമുണ്ടെന്നല്ലേ പറഞ്ഞേ. അല്ലേ അനക്ക് സെക്യൂരിറ്റി പണിക്ക് തന്നെ നല്ലേ അല്ലേ? അത് പിന്നെ പോലെ സെക്യൂരിറ്റി പണി ആകുമ്പോ ഉറക്കം വെച്ചിട്ടുണ്ട്. ഉറക്കം വെച്ചോ രാത്രി. ഇത് നിന്ന് കൊടുത്താൽ മതിയല്ലോ. ഓര് പണിക്കെത്തിനല്ലോ. ഓര് തുടങ്ങി പണി. കയറ്റൊന്നും കയറാൻ പറ്റോ? മുഖണ്ട വല്ലാത്തൊരു ചെരുപ്പ് നേരത്തെ നോക്കിക്കൂടി. ഇത് പണി സുഖാണ് പറഞ്ഞിട്ട് പോന്നതാ ഞാൻ. ഞാനും അതന്നെ മുഖണ്ട. എങ്ങനെ പിന്നെ പണിയെടുക്ക? ഇവിടെ വന്നപ്പോ തന്നെ ഭയങ്കര കയറ്റാട്ടോ. തടക്കൊക്കെ ഇട്ട് കുറച്ചേരം ഇരിക്കട്ടെ. ഇരിക്കേ. നിങ്ങളപ്പോ തന്നെ കുഴങ്ങിയോ? എങ്ങനെയെങ്കിലും പൈസ കിട്ടിക്കൂടെ വരില്ല കുട്ടിയത്. ഇതൊക്കെ തുടങ്ങി പണിയൊക്കെ തുടങ്ങി. ഞങ്ങള് ചേച്ചിയെ ചേച്ചി അറിഞ്ഞാൻ കുടുങ്ങിയോ? ഞാനേ കൈക്കോട് എടുത്തിട്ടില്ല. അത് നന്നായി. നഞ്ച് കൈക്കോട് തിരിഞ്ഞെങ്കിൽ തന്നാ ഇത് കുറച്ച് പട്ടിക്കോ. ഞാൻ ഈ പുല്ലൊക്കെ ഇങ്ങനെ ഇതാക്കാം. ആയിക്കോട്ടെ കേട്ടോ. വെട്ടിക്കട്ടോ. ഞാൻ കുറച്ചും കുത്തിറക്കട്ടെ. അതെ കുഴങ്ങിയോ? എറുമ്പുണ്ട് ഇവിടെ. എറുമ്പുണ്ടോ? ഇവിടെ കൊതു കാലിങ്ങനെ കടിച്ചിട്ടല്ല. കാടല്ലേ? ഓട്ടക്കാട്ടില് അത് കണ്ട് പേടിച്ചു. ആരും ഇങ്ങോട്ട് പേരുണ്ടല്ലോ. ആരാണ് വരുന്നേ? ഓഫീസറാണ്. ഓഫീസറോ? എനിക്ക് വെച്ചേക്കാരം എത്തങ്ങള് ഉണ്ടാവില്ല. അതൊന്നും വരാനായിട്ടില്ല. ഓഫീസറിന്റെ ആണ് ഞങ്ങള് വരുന്നേ. വലിയ കുട്ടി ഓഫീസറാണ്. ഞാൻ ഉറങ്ങിയിട്ടും കൂടി ഇല്ല. ഓഫീസറാണ്. പേരുണ്ടാപ്പത്തിന് കണ്ണിങ്ങനെ മാളിയും. കണ്ണു ആളെ ഇവിടെ എത്തുമ്പോ പറയും. ഇവിടെ എത്തിക്കണ്. മാനസ ഇവിടെ എത്തി. ഓഫീസർ തന്നെയാണത്. ഇങ്ങനത്തെ ഒരു കൊണക്കടുണ്ട്. എന്ത് ഇരുന്നാ പിന്നെ നീച്ചാൻ കഴിയാറാ. അന്ന് നീച്ചാൻ കഴിയാ. ഞാൻ പിടിച്ച അത് പണ്ട് ഈ ആന്ധ്രവായുവിന്റെ ഒക്കെ ഉണക്കുണ്ടായിട്ടേ. ആന്ധ്രവായോ? ഇവിടെ എത്തി അയാള്. നിക്ക് വിട്ടാ ചിന്നെ. അപ്പൊ ഇവിടെ എത്തിയ കയറി മണ്ടി വരുന്നുണ്ടാവും. പാഞ്ഞിവിടെ നീച്ചി ജിന്നെ പൊടിച്ചല്ല. എന്റെ കളി നോക്ക്. അത് ഓഫീസർ വരുമ്പോത്തിന് എങ്ങനെയെങ്കിലും ഒക്കെ നീച്ചും. ഓഫീസർ വരുമ്പോഴത്തേനാ
ഓഫീസറല്ലേ? കഴിച്ചില്ലാവില്ല. അയാൾ വന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ പറയാം. സാറേ എൻ്റെ ചിന്തിച്ചാൽ മച്ചാ. നമസ്കാരം. ആ നമസ്കാരം. കള്ളാതുണ്ട്. ഗുഡ് ഈവനിങ്. കുടിക്ക് പോകാനാണുള്ളൂ. നിങ്ങള് പുതിയ ആളാണല്ലേ? ആ പുതിയ ആളാ. പേരെന്നതായിരുന്നു? അവതക്കുട്ടി. അവലക്കുട്ടി. കുറുക്കാൻകുണ്ടിയിൽ അവതക്കുട്ടി പറഞ്ഞപ്പോ എല്ലാവരും അറിയും. കുറുക്കാൻകുണ്ടിയിലോ? ആ, അത് നമ്മളെ പേരിനൊപ്പം ചേർത്ത് കൊടുക്കുന്ന ഒരു പേരാ. ആ ശരി. ഇവിടെ ഉൽപ്പെന്ന് പറയും. ചായ കുടിച്ചില്ലേ? ആ ചായ കുടിച്ച് തുടങ്ങുന്ന പണി. നമുക്ക് ഇത്ര ഒരു കണക്കിന് തീർക്കാനുള്ളതാണ്. അത് വേഗം ചെയ്യാഞ്ഞാലേ കേട്ടോ. പിന്നെ മറ്റൊരു സ്ത്രീകളൊക്കെ പോയില്ലേ? നിങ്ങൾ കുറച്ച് നേരം വൈകിയോ? അവരെ പറഞ്ഞു എന്നോട് കയറിയപ്പോ. പണി എന്താ പറയാ, നമ്മള് കറക്റ്റ് ചെയ്യാഞ്ഞാല് നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. ഇത് നമ്മൾ ഇന്ന ദിവസം വെച്ചിട്ട് നമ്മൾ തീർത്തു കൊടുക്കാൻ വേണ്ടി പറയണാണ്. അപ്പൊ നിങ്ങളത് ചെയ്യാഞ്ഞാല് എനിക്കും മൊത്തം പ്രശ്നം വരും. കേട്ടോ? എങ്ങനെയുണ്ട് കുറുക്കാൻകുണ്ട്? എന്നതാ പേര്? അവതക്കുട്ടി. അവലക്കുട്ടി. അവലൊക്കെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ? 10-25 കൊല്ലത്തിന്റെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ എന്റെ പണി ഇത്ര സുഖമുള്ള ഒരു പണി ഞാൻ എന്റെ ജീവിതത്തിലില്ല. മിനിറ്റിന് വെള്ളം കുടിച്ച ഇപ്പൊ വന്നപ്പോ തന്നെ ചായ നമ്മളെ ഇവിടെ കൊടുത്തിരുന്നു. ജാനകി. ജാനകി ഇടക്കിടക്ക് അവർ കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഒരു 10 മണിയപ്പോ ഭാനു പറഞ്ഞ കുട്ടീനായിരുന്നു ഇതില്. ഓള് കഞ്ഞിയും കുമ്മളും അത് കൊടുന്ന് അത് കുടിച്ചു. പിന്നെ ഉച്ചക്ക് നല്ല സാമ്പാറും ചോറും. അതാരവിടെ സാമ്പാറും ചോറും? പിന്നെ അംബിക. അവളെ ഇടക്കിടക്ക് കൊണ്ടുവരും. അംബിക നല്ല സാമ്പാറും ചോറും. ഈ വൈകുന്നേരം പിന്നെ ഇവിടെ കൊടുത്തിരുന്നു രമ മറ്റേ ഇവിടെ ഉള്ള രമ കടത്തിട്ടില്ലേ? ഓള് കട്ടൻ ചായയും പിന്നെ ആ പുറത്തെ വായക്കാപ്പൊരി. അല്ല ഇവിടെ എന്താ കുറുക്കൻകണ്ടിയിൽ എന്താ പറഞ്ഞത്? കുറുക്കൻകണ്ടിയിൽ അവതക്കുട്ടി. അപ്പൊ നിങ്ങള് ചായ കൂടി മാത്രമേ ഉള്ളൂ, പണിയില്ല? അപ്പൊ പണി ഇതൊക്കെ പണിയെടുത്ത് ഞാനല്ലേ ഓഫീസറെ. നിങ്ങളിപ്പോ ഇത്രയും ടൈം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ടൈം ഫുൾ ടൈം ഫുഡിങ് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ടൈമും ഇതന്നെ പരിപാടി? അത് ശരി. പിന്നെ നിങ്ങളിപ്പോ അങ്ങനെ ചോദിച്ചപ്പോ നമ്മള് പറയണ്ടേ? നല്ല പണി. ഞങ്ങള് പുതിയ ആളാണ് അല്ലേ? അത് ശരി. പുതിയ ആളാണപ്പോ അത്ര പ്രതീക്ഷയില്ല. അത് ശരി. നിങ്ങളിപ്പോ ഇങ്ങോട്ട് ചോദിച്ചല്ലേ എങ്ങനെയുണ്ട് പണിന്ന്? അപ്പൊ അതാ പിന്നെ ഞാൻ ചോദിച്ചാണോ കുറ്റം? അപ്പൊ എന്താണ് ഓഫീസറെ നിങ്ങളിപ്പോ ഇങ്ങനെ പറയണേ? എന്താണ് നിങ്ങള് ഞാൻ ഏൽപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മള് നിങ്ങളുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ ഞങ്ങളുടെ ജോലികളും മുന്നോട്ട് പോകണം. പണിയെടുക്കണ്ടേ? കണ്ണിൽ ഞങ്ങൾ പണിയെടുക്കണേ. ഞാൻ അതിന് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ വന്ന് പോകണം. എനിക്കറിയാം പല ആളുകളും പല മാതിരിയാണ്. അപ്പൊ എന്തായാലും ആ ജോലികൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ പിടിച്ചാ ഇയാള് ചീത്ത ഇടുന്നതാ. അല്ല അപ്പൊ ഇദ്ദേഹത്തിന് നീക്കാൻ കഴിയില്ലേ? ഇരുന്നാ പിന്നെ ഇങ്ങനത്തെ കൊണക്കണുണ്ടേ. അങ്ങനത്തെ ആളൊക്കെ ജോലിക്ക് വന്നാൽ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോ. പിന്നെ ഈ പണിയൊക്കെ എടുത്ത നമ്മളല്ലേ ഓഫീസറെ. ഇദ്ദേഹം എന്തേ ജോലി ചെയ്തോ ഇവിടെ? ഇല്ലേ? ഇതൊക്കെ വെട്ടിയതാരാ? കുറച്ചേരം കാട് വെട്ടി ഇരുന്നതാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി എടുത്തോളിന്ന് പറഞ്ഞു. കേക്കണ്ടേ? അത് പറഞ്ഞെടുത്താ ഞാൻ ഇവിടെ ഇതൊക്കെ വെട്ടി ഞാനല്ലേ? കുറച്ചൊക്കെ വെട്ടിണ്. കുറച്ച് നേരം തോന വെട്ടി ചെയ്തിട്ടുണ്ടോ ശരിക്ക്? പിന്നെ കൊയ്ക്കാണിറങ്ങി ഇരുന്നതാണ്. ഞാൻ കൊറേ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. ഞാൻ മറ്റോട് ശ്രീകോടും സംസാരിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കി നിങ്ങള്. ഇതിപ്പേ ഇങ്ങനെയാണെന്നുണ്ടെങ്കില് മൂപ്പര് ഈ കുറുക്കൻകുണ്ടി എന്താ കുറുക്കൻകുണ്ടില് അവിടെ വീട്ടിലിരുന്നോട്ടെ. നിങ്ങളുടെ ഇവിടെ നിന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മള് വന്നിട്ട് വേറെ ജോലിയും ചെയ്യാൻ കഴിയില്ലല്ലേ? വേറെ ജോലിക്ക് പോകാൻ കഴിയില്ല. എന്തായാലും പിന്നെ നിങ്ങളെ ഇത് പറഞ്ഞോണ്ട് എന്തോ കുറുക്കൻകുണ്ട് അള്ളാക്ക. ഏതായാലും നിങ്ങൾ കാര്യം ചെയ്യ്.
വന്നോളി നാളെ തൊട്ട് വന്നോളൂ കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, നിങ്ങൾക്കറിയാം ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഇതല്ലേ. അപ്പൊ നമുക്ക് ഇത്ര ദിവസത്തിന് ഇത്ര പണി എന്നൊരു കണക്കുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ശരി, ഓക്കെ. എന്നാൽ നാളെ വന്നോളൂ, നേരത്തെ വന്നോളൂ, നേരം വൈകരുത് കേട്ടോ. നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ അവര് പറഞ്ഞു. ഓക്കെ, ശരി, ഓക്കെട്ടോ. ആ ശരി. നിങ്ങളെന്താ അയാളോട് കഞ്ഞി കുടിച്ചോ ചായ കുടിച്ചു എന്ന് പറയണേ? പിന്നെ അയാൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല. അയാൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് ചോദിച്ചു. ഇന്നാലും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ കരുതി നമ്മൾക്ക് എന്തെങ്കിലും പള്ളി പൈസ എന്തെങ്കിലും പറയാനാണ് എഴുതി. അത് പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അറിഞ്ഞപ്പോ അയാളെ പറയാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, അയാൾ എന്താ പറഞ്ഞോ, നിങ്ങളെ നാളെ പണിക്ക് വരണ്ടാന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കണ്ട് കഴിഞ്ഞ് വരുവിച്ചു നാളെ വന്നോട്ടെ എന്ന് പറഞ്ഞ. അല്ലാത്തൊരു നിങ്ങൾ കോളാക്കുക. കോളാക്കിയതല്ല കുട്ടിയെ. ഓ എന്നോട് ചോദിച്ച കണ്ടില്ല. പിന്നെന്താ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടുണ്ടോ? ചോദിച്ചാൽ കാണാൻ പറയരുത്. ഇന്നിപ്പോ നിങ്ങൾ കജ്ജി പിടിച്ച് ഇറക്കുകയാണ്, നാളെ നിങ്ങൾ ചാക്കില് കയറ്റിയാണ് ഇങ്ങോട്ട് കഴിച്ചേണ്ടി വരും. അപ്പൊ ആരെ പറഞ്ഞു തൊഴിലുറപ്പിന്റെ പണി നല്ല സുഖമുള്ള പണിയാണ്? ഇതപ്പോ ശരി, ഇരുന്നാ മതി, കടന്നാ മതി, പണിയെടുക്കണ്ട, നിങ്ങൾ ഇരുന്നോ. ചാക്കിന്റെ ഉള്ളിൽ വെച്ച് കയറ്റേണ്ടി വരും. വന്നപ്പോ എന്റെ വർത്താനം അങ്ങനെ അല്ലല്ലോ. ഇത് എന്നോട് പറഞ്ഞത് നിങ്ങൾ വന്നാ മതി, അവിടെ ഇരുന്നോളി, പണിയൊക്കെ നമ്മൾ എടുക്കാം. നമ്മൾ പണിയെടുത്തിട്ട് കാര്യമില്ല, പണിയെടുക്കണ മൂപ്പര് കാണണം. അതങ്ങോട് പറയാൻ കാരണം. നിങ്ങൾ ഇരുന്നിട്ടെത്താ ഞാൻ പേര് ഇരുന്നൂടെ നിങ്ങൾക്ക് പിടിച്ച് പോവാ. ഞാൻ അവിടെ പോയി കണ്ട് പറയണ്ടതൊന്നും കേട്ടോ. ഞാൻ അതുകൊണ്ട് വരണ്ടാന്നാ മൂപ്പര് പറഞ്ഞ പണിക്ക്. ഞാൻ അതുകൊണ്ട് നിങ്ങളൊരു അതിന് പൊട്ടുവോ ജിസ്റ്റ് അത് ചിലപ്പോ പറയാൻ പറ്റില്ല. പൊട്ടിച്ചെന്നാളാ. ഞാൻ പറഞ്ഞോണ്ട്. പത്മാവതി അല്ല അതിൻ്റെ ആള്. ആ ഓൾ ഇന്നലെ പോയി കാണണം.